ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ക്ലെയിം ആയിരുന്നു. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഈസ് ഡിസ്പ്യൂട്ട്സ്. ഡിസ്പ്യൂട്ട് ഇംപ്ലൈസ് അസേഷൻ ഓഫ് എ ക്ലെയിം ബൈ വൺ പാർട്ടി ആൻഡ് റെപ്യൂഡിയേഷൻ ഓഫ് ദെയറോഫ് ബൈ അനദർ. ഒരു പാർട്ടി ആവശ്യപ്പെടുന്ന ക്ലെയിം അടുത്ത പാർട്ടി അംഗീകരിച്ചില്ലെങ്കിൽ, അത് നിരസിച്ചാൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടായി അല്ലേ. രണ്ട് പാർട്ടികൾ തമ്മിലായിരുന്നു ക്ലെയിം ഉണ്ടായിരുന്നത്. ഒരു പാർട്ടി ഉന്നയിക്കുന്ന ക്ലെയിം മറ്റേ പാർട്ടി അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. ക്ലെയിമിൽ എന്തൊക്കെ പെടാം നമുക്കറിയില്ല. ഒന്നുകിൽ എക്സ്റ്റൻഷൻ ഓഫ് ടൈം ആവാം, അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻ്റ് ആവും. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. അതടുത്ത പാർട്ടി, ഇപ്പോൾ കോൺട്രാക്ടർ ഉന്നയിക്കുന്ന ക്ലെയിം ഓണർ അംഗീകരിക്കുകയാണെങ്കിൽ ദർ ഈസ് നോട്ട് ഡിസ്പ്യൂട്ട്. പക്ഷേ ഓണർ നിരസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചും അതിനെ നിരസിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും. കോസസ് ഓഫ് ഡിസ്പ്യൂട്ട്, സാധാരണയായിട്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ടിൻ്റെ കോസസ് ആണ്. ഫസ്റ്റ്, ഇൻകറക്റ്റ് ഗ്രൗണ്ട് ഡാറ്റ. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. നമുക്ക് ഗ്രൗണ്ട് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും അതിൻ്റെ അടിയിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവില്ല. അതൊന്നും അഗ്രിമെൻറ്റിൽ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാറില്ല. ലൈക്ക് ഗ്രൗണ്ട് കണ്ടീഷൻസ്, ഡെപ്ത് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ഡാറ്റ, അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് വാട്ടർ. The difference between ground reality during excavation and those provided in contract leads to dispute. കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റയും ആക്ച്വൽ സൈറ്റിലുള്ള ഡാറ്റയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ദറ്റ്സ് എ ചാൻസ് ഓഫ് ഡിസ്പ്യൂട്ട്. യൂസ് ഓഫ് ഫോൾട്ടി ആൻഡ് ആംബിഗ്വസ് പ്രൊവിഷൻസ് ഇൻ ആൻഡ് ഓർ ലാംഗ്വേജ് ഇൻ കോൺട്രാക്ട്സ്. കോൺട്രാക്ട്സ് എഴുതുന്ന സമയത്ത് അതിൻ്റെ ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് ഡബിൾ മീനിങ് ഒന്നിനും ഉണ്ടാകാതെ, അതായത് നമ്മൾ വായിക്കുമ്പോൾ ഓരോ ലൈൻസും വ്യക്തമായിരിക്കണം. ലാംഗ്വേജ് ഷുഡ് ബി ക്ലിയർ, ഷുഡ് നോട്ട് ബി ഓപ്പൺ ടു ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ്. ഒന്നിൽ കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ആബ്സെൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ പ്രൊവിഷൻസ് ആൻഡ് ഡിസ്ക്രിപ്പൻസി. ഒന്നും നമുക്ക് ഒരു യാതൊരു രീതിയിലുള്ള ചർച്ചക്കുറവും എന്തിലുണ്ടാവാൻ പാടില്ല, കോൺട്രാക്ട് ഡോക്യുമെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ദിസ് എ ചാൻസ് ഓഫ് dispute. Next is deviations. Contract should be designed to occupy changes or extra items. Scope of work in contract should be properly defined. ഒരു കോൺട്രാക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ചേഞ്ചസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു ചാൻസ്, നമ്മളൊരു സ്കോപ്പ് നമ്മൾ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിലും ഡിസ്പ്യൂട്ടിന് ചാൻസ് ഉണ്ട്. Next is unreasonable attitudes. Professional approach is needed to preserve an environment of mutual trust, that is client and contractor. Delay in payments affects contractor's ability to perform. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ് ഓഫ് ഡിസ്പ്യൂട്ടാണ് ദിസ് അൺറീസണബിൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ. അതായത് കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൻ്റെ അഭാവം കാരണം ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, മനഃപൂർവ്വം പേയ്മെൻറ്റ് ഡിലേ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസ്പ്യൂട്ടിന് കാരണമാവും. നെക്സ്റ്റ് ഈസ് കോൺട്രാക്ടർ ബീയിങ് ഓഫ് പുവർ മീൻസ്, ദാറ്റ് ഈസ് പൊസസ്സസ് ടെക്നിക്കൽ, ഹ്യൂമൻ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ട്രൈസ് ടു ലീവ് ദ പ്രോജക്റ്റ് ആൻഡ് ട്രൈസ് ടു ഫോഴ്സ് സസ്പെൻഷൻ ഓർ ടെർമിനേഷൻ. കോൺട്രാക്ടറുടെ ഒരു അലംഭാവം എന്ന് പറയാം അല്ലേ. അതായത് പുള്ളിയുടെ കയ്യിൽ ആവശ്യത്തിന് ടെക്നിക്കലോ അല്ലെങ്കിൽ ലേബറോ അല്ലെങ്കിൽ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ അങ്ങനെയൊന്നും ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിൽ പുള്ളി ഫോഴ്സ് സസ്പെൻഡ് ചെയ്ത് പോവുക, അതേപോലെ തന്നെ പണി ടെർമിനേറ്റ് ചെയ്ത് പോവുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ്. നെക്സ്റ്റ് അതർ റീസൺസ്. ഇപ്പോൾ ഹിൻഡ്രൻസ് ഡ്യൂ ടു കോൺട്രാക്ടേഴ്സ് വർക്കിംഗ് ഓൺ അതർ കോൺട്രാക്ടേഴ്സ് വർക്കിംഗ് ഓൺ സൈറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. സൈറ്റിനകത്ത് പല വർക്കുകൾ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരേ വർക്ക് ഒരു സൈറ്റിൽ തന്നെ പല ഭാഗത്ത് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. അവർ തമ്മിലുള്ള പ്രോബ്ലംസ് കാരണം. നെക്സ്റ്റ് പറയുന്നത് ഒരു കോമഡിയാണ്, ഓവർ പേയ്മെൻറ്റ് ക്രിയേറ്റ്സ് ലേസിനെസ് ഇൻ കോൺട്രാക്ടേഴ്സ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും കോൺട്രാക്ടേഴ്സിന് ലേസിനെസ് ഉണ്ടാവാം. ദർസ് എ ചാൻസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇത് കോമഡി എന്ന് പറയാൻ കാരണം ഇത് സാധാരണയായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. നമ്മളിപ്പോൾ
ഒരു കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും കുറച്ച് പിടിച്ചൊക്കെ കൊടുക്കുള്ളൂ അല്ലേ. അത് മനഃപൂർവ്വം നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം അല്ല. പക്ഷേ കോൺട്രാക്ടർക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ സൈറ്റിലെ വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓണേഴ്സ് നോട്ട് ഹാൻഡിലിംഗ് ഓവർ ദ സൈറ്റ് ഓൺ ദ ഡേറ്റ് ആൻഡ് ടൈം സ്പെസിഫൈഡ്. ഓണേഴ്സ് സൈറ്റും ഡേറ്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിസ്പ്യൂട്ട്. അൺറീസണബിൾ ആറ്റിറ്റ്യൂഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡിൽ തന്നെ അൺറീസണബിൾ ആറ്റിറ്റ്യൂഡും എന്തിന് കാരണമാവും? ഡിസ്പ്യൂട്ടിന് കാരണമാവും. നെക്സ്റ്റ് ഈസ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ മാത്രം പോരാ, അത് പരിഹരിക്കുക കൂടെ വേണം അല്ലേ. അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് നെഗോസിയേഷൻ, അതിൽ തീർന്നില്ലെങ്കിൽ മീഡിയേഷൻ ആൻഡ് കോൺസിലേഷൻ, ഡിസ്പ്യൂട്ട് റിവ്യൂ ബോർഡ്, ആർബിട്രേഷൻ ആൻഡ് ലിറ്റിഗേഷൻ. ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. നെഗോസിയേഷൻ ആണ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. യൂഷ്വലി ഒരു ഇൻഫോർമൽ പ്രോസസ്സാണ്. ഒരു ഡോക്യുമെൻറ്റേഷനോ മീറ്റിങ്സോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഫോർമൽ ആക്കാം. ഡിസിഷൻസ് ആർ ഹെൽഡ് ബിറ്റ്വീൻ പാർട്ടീസ് അക്രോസ് ദ ടേബിൾ ഇൻ എ കോഡിയൽ അറ്റ്മോസ്ഫിയർ. പാർട്ടീസ് തമ്മിൽ തന്നെ നേരത്തെ തർക്കിച്ച് സംസാരിച്ചത് ഒന്നിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുന്നു. ഇഫ് എൻ അഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ നെഗോസിയേഷൻ ദെൻ ഇറ്റ് ഹാസ് ലീഗൽ സിഗ്നിഫിക്കൻസ്. ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം അതൊരു അഗ്രിമെൻ്റ് ആക്കി കഴിഞ്ഞാൽ ദെൻ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഇത് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സാണ്. അഡീഷണൽ എക്സ്പെൻസസ് ഒന്നുമില്ല. ആൻഡ് ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് റിസോൾവിങ് ദ ഡിസ്പ്യൂട്ട്. നെക്സ്റ്റ് ഈസ് മീഡിയേഷൻ ആൻഡ് കോൺസിലേഷൻ. Bringing in a respected, neutral, uninvolved person or party to help everyone reach a mutually acceptable resolution. Mediators does not decide, not in judgment panel. No power to impose an outcome on disputing parties. Try to advise and consult impartially. Assist in bringing out a mutually agreeable solution to problem. ഈ മീഡിയേഷൻ ആൻഡ് കോൺസിലേഷനും അതുപോലെ തന്നെ ഇനി വരുന്ന ആർബിട്രേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പേര് കേൾക്കുന്ന സമയത്ത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഹിയർ മീഡിയേറ്റർ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പേർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, രണ്ട് പാർട്ടിക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ആളെ കൊണ്ട്, കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് നമ്മൾ മധ്യസ്ഥം പറയിക്കുന്നതിനാണ് മീഡിയേഷൻ ആൻഡ് കോൺസിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവർ മധ്യസ്ഥം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. അവർക്കൊരു സജഷൻ വെക്കാൻ മാത്രമേ കഴിയുള്ളൂ ഈ മീഡിയേറ്റർമാർക്ക്. മീഡിയേറ്റർ രണ്ട് പാർട്ടീസിനോടും ഇങ്ങനത്തെ ഒരു സജഷൻ വെക്കും. അല്ലാതെ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനം അവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പവർ മീഡിയേറ്റർക്കില്ല. ആൻഡ് മാക്സിമം ഇയാൾ രണ്ടുപേർക്കും ആക്സെപ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും മിക്കവാറും എടുക്കുന്നത്. ദെൻ ഇതൊരു വോളണ്ടറി പ്രോസസ്സാണ്. അവർക്കത് വേണമെങ്കിൽ എടുത്താൽ സ്വീകരിച്ചാൽ മതി. പ്രൈവറ്റ്, കോൺഫിഡൻഷ്യൽ ആൻഡ് കണ്ടക്റ്റഡ് വിതൗട്ട് പ്രെജുഡിസ് ടു എനി ലീഗൽ പ്രൊസീഡിങ്സ്. മീഡിയേറ്റർ ചെയ്യുന്നത് അത് തന്നെയാണ്. പ്രൈവറ്റ്, കോൺഫിഡൻഷ്യലാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രെജുഡിസ് ഒന്നുമില്ല എന്നാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓഫേഴ്സ് ആൻ ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ലെസ് കോസ്റ്റ് ആണ്. മിനിമൈസ് ഫർദർ ഡിസ്പ്യൂട്ട്സ്. ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയും ടൈം കൺസ്യൂമിങ് ആയിക്കൊള്ളുന്നില്ല പല കേസിനകത്തും. അതായത് നമ്മൾ നാട്ടിലെ ചെറിയ ചെറിയ തർക്കങ്ങളിലൊക്കെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ അവരുടെ ഒരു കാര്യങ്ങളെന്ന് നമുക്കറിയാം, രണ്ട് പാർട്ടീസും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു ചാനലാണ് പുള്ളി ഉണ്ടാക്കി കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്പ്യൂട്ട് റിവ്യൂ ബോർഡ്. ഡിസ്പ്യൂട്ട് റിവ്യൂ ബോർഡ് എന്ന് പറഞ്ഞെങ്കിൽ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ടെക്നിക്, ADR എന്ന് പറയും. ഒരു ലോ കോസ്റ്റ് ടെക്നിക്കാണ്. 3 മെമ്പേഴ്സ് ഉണ്ടാവും. അതിനകത്തൊരു ന്യൂട്രൽ മെമ്പറും കൂടെ ഉണ്ടാവും. കംപ്രസസ് ഓഫ് പേഴ്സൺസ് ഫ്രം കോൺട്രാക്ടേഴ്സ് സൈഡ് ആൻഡ് ഓണേഴ്സ് സൈഡ്. ഓണേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ, കോൺട്രാക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരാളുണ്ട്. തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുന്നത് ഇവർ തന്നെയായിരിക്കും. തേർഡ് പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ അതർ ടു.
അദ്ദേഹമായിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ. എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ പാർട്ട് ഓഫ് കോൺട്രാക്ട് ഹിയറിങ്സ് ആൻഡ് കമ്മിറ്റീസ്. അതായത് ഈ റിവ്യൂ ബോർഡായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കോൺട്രാക്റ്റിൽ തന്നെ ഇങ്ങനത്തെ ഡിസ്പ്യൂട്ട് റിവ്യൂ ബോർഡിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ ചെയർപേഴ്സൺ ആയിരിക്കും അവസാനം ഇതിൻ്റെ റിവ്യൂസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വരുന്നത് ആർബിട്രേഷനാണ്. നമുക്ക് അടുത്ത വീഡിയോയിലെടുക്കാം. ഇത്തിരി വലിയ ടോപ്പിക്കാണ്.